ഹലോ വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളത് ഒരു സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും പിന്നെ ഫാമിലിയുമായിട്ടുള്ള കുറച്ച് ടൈമും സ്പെൻഡ് ചെയ്ത ടൈമുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ബീഫ് കറിയാണ് വെക്കുന്നത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പാണത്. അപ്പോൾ അതൊന്ന് ചെയ്യുവാണ്. അപ്പം നല്ലതുപോലെ ഈ ഒരു സമയത്താണ് അത്യാവശ്യം എരിവും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്താണ് വെക്കുന്നത്. പിന്നെ സവോളയുടെയൊക്കെ കൂടെ അധികം എരിവൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഞാൻ ഒരു സ്റ്റൗവിലേക്ക് അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പയർ വേവിക്കാൻ വേണ്ടി ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തു. അതിനകത്തേക്ക് ഒരു അല്പം ഒരു കടായിലേക്ക് ഒന്ന് മാറ്റി ഒരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അല്പം ഒരു തേങ്ങയും ഇത്തിരി കുരുമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ചെറുപയർ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു എന്താ പറയുക, പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു ഐറ്റമാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല 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 സോഫ്റ്റായിട്ട് വേവിച്ചാണ് അതെടുക്കുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചിയെടുക്കുകയാണ്. അതിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, വളരെ സിമ്പിളായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പപ്പടം ഇട്ട് പൊരിച്ചിങ്ങ് എടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനങ്ങനെ പപ്പടവും കാച്ചി റെഡിയാക്കി വെച്ചു. പിന്നെ പുട്ട് റെഡിയാക്കുമായിരുന്നു. പുട്ടിൻ്റെ കൂടെയാണ് നമ്മളുടെ ചെറുപയർ പുഴുങ്ങിയതും ബീഫ് കറിയൊക്കെ. അപ്പം ഞാനിത് പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കാസറോളിലേക്ക് പയർ എടുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്ത പരിപാടി നമ്മൾ ബീഫ് കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആവശ്യത്തിന് കുക്കറി വേവിച്ചെടുത്ത ബീഫ് കറി വെച്ചെടുക്കുവാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കടുക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും പിന്നെ സവോളയും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ബീഫ് വേവിച്ച സമയത്ത് നമ്മൾ മുളകൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പം നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ബീഫും കൂടെ ഈ സവോളയുടെ കൂട്ടിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വരണ്ട് വന്നു. ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചൂട് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ബീഫ് കറി റെഡിയായി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പോയില്ല, കാരണം എല്ലാവർക്കും സെർവ് ചെയ്യണമല്ലോ. അപ്പോഴത്തേക്ക് ജിയാക്കുട്ടി പള്ളിയിൽ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു. ജിയാക്കുട്ടിയുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് വലിയമ്മി, കുഞ്ഞാൻ്റിയും ഇളയപ്പനും അച്ചാച്ചനും ഒക്കെ. അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ കൂട്ടി ഞങ്ങൾ പുറത്തു പോയാണ് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ വിളക്ക് ജംഗ്ഷനിലുള്ള മാക്സ് ഫൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇവിടെ ഡേ ടൈമായിട്ട് പോലും വളരെ രസമാണ് കേട്ടോ അവിടെ കാണാനൊക്കെ. അപ്പം ഞങ്ങൾ അപ്സ്റ്റെയറിലാണ് പോയത്. അവിടെ ഒരു വിൻഡോ സൈഡിലുള്ള ചെയർസൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. 7 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള അങ്ങനെ സെറ്റ് ചെയ്ത് തന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അവിടെ കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും ഫ്രൈഡ് റൈസുമാണ്. പിന്നെ പ്രോൺസ് മസാലയും ഓർഡർ ചെയ്തിരുന്നു. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്തു. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ പ്രോൺസ് മസാലയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ചുമ്മാ ഒരു രസമില്ലേ. അനിയനുമൊക്കെ അവർ തിരിച്ചു പോകാറായി. അപ്പോൾ ഒരു ഡേ നമ്മളൊന്നിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ക്ഷീണത്തിൽ എല്ലാവരും കിടന്നു. അത് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ് അവർ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. അപ്പം ഞാൻ കുർബാന രാവിലെ കൂടാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം സെയിൻറ്റ് ജോസഫ് ചർച്ച് വടക്കേക്കോട്ടെ പോയി
കുർബാനയൊക്കെ കൂടി തിരിച്ച് നമ്മളുടെ മെട്രോ ട്രെയിനിന് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ സി യു. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതുപോലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ സി യു.